രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം നിരവധി ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ AICC പരാതി നൽകിയിട്ടുണ്ട് പലരും. അതിനിടയിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് അവര് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സുപ്രീം കോടതി അഭിഭാഷകയാണ് ദീപ ജോസഫ്. ദീപ ജോസഫ് 6 മണിക്കൂർ മുന്നേ ഇട്ട ഒരു പോസ്റ്റ്, ആ പോസ്റ്റ് വായിച്ചു കഴിയുമ്പോൾ പ്രേക്ഷകർ തീരുമാനിക്കുക ഇത് ദീപ ജോസഫിന്റെ മാത്രം അഭിപ്രായമാണ്. എന്തായാലും ഈ പോസ്റ്റിൽ ദീപ ജോസഫ് പറയുന്ന കാര്യങ്ങൾ അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ആ പോസ്റ്റ് ഇപ്പോൾ ഇവിടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ദീപ ജോസഫ് പറയുന്നത് എങ്ങനെയാണ്: സത്യങ്ങൾ ഒരിക്കലും മറഞ്ഞിരിക്കില്ല, കള്ളങ്ങൾ എന്നെന്നും സംരക്ഷിക്കപ്പെടുകയുമില്ല. ഇനിയൊരു വ്യാജഗർഭം, സ്നേഹം, വിവാഹം കഥകളുമായി ഒരുത്തിയും വരരുത്. നിന്റെയൊക്കെ ചീഞ്ഞളിഞ്ഞ ജീവിതം കാരണം യഥാർത്ഥ ഇരകൾക്ക് നീതി കിട്ടാതെ പോകുന്നു. കേരളത്തിലെ പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള മലയാളികളെ, നിങ്ങൾ കേട്ടതെല്ലാം വിശ്വസിക്കരുത്. കാരണം അതൊന്നും സത്യമല്ല. വാർത്തകൾ സൃഷ്ടിക്കുക എന്ന് മാത്രമേ മാധ്യമങ്ങൾ ചെയ്യുന്നുള്ളൂ. അതിൽ സത്യത്തിന്റെ കണിക ഉണ്ടോ എന്ന് നോക്കാൻ സൂക്ഷ്മദർശിനി വേണ്ടിവരും. ഞാൻ ദീപ ജോസഫ്, ഡൽഹിയിൽ നിന്ന് കുറിക്കുന്നു. സുപ്രീം കോടതിയിൽ മാത്രമല്ല കേരളത്തിലും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഞാനൊരു ഭാര്യയാണ്. എൻ്റെ ഭർത്താവ് മനോജ് മാത്യു, 21 വയസ്സുള്ള മകനുണ്ട്. നിയമം മാത്രമല്ല ജാമ്യയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷനും അതിൽ തന്നെ ഗവേഷണവും കഴിഞ്ഞ് അവാർഡ് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തിനാണ് ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞത് എന്നല്ലേ ചിലർക്ക് സംശയം. എൻ്റെ ഡിഗ്രി വ്യാജമാണോ? ഞാൻ കോടതിയിലേക്ക് തന്നെയാണോ പോകുന്നത്? എന്നെ ആരാണ് വക്കീലാക്കിയത്? അവർക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത്. ഇനിയും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. അറിയാൻ മേലാത്തവർക്കും മനഃപൂർവ്വം എന്നെ ഏറലാക്കാൻ ശ്രമിക്കുന്നവർക്കും വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. കാരണം എൻ്റെ ജന്മം തന്നെ സത്യത്തിന് നീതിക്കും വേണ്ടിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നീതി കിട്ടിയാൽ നീ തീയാകണം എന്നാണ് ഞാൻ പറയാറ്. ഇന്നലെ ഞാൻ FBയിൽ ചോദിച്ചു, ഞാനൊരു മഹാസത്യം വിളിച്ചു പറയട്ടെ എന്ന്. ആ സത്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ അഭിഭാഷക എന്നും സത്യത്തിന്റെ കാവലാളാണ്. മറച്ചുവെച്ച സത്യം തേടി അവർ ഏതറ്റം വരെയും പോകും. സത്യം എന്താണെന്ന് ഉറപ്പാകും വരെ അവരുടെ യാത്ര തുടരും. എൻ്റെ സത്യം തേടിയുള്ള യാത്ര അവസാനിച്ചു. ഞാൻ സത്യം വെളിപ്പെടുത്താൻ പോകുന്നു. മീഡിയയിൽ സത്യമില്ല എന്ന സത്യവും ഇതോടെ തെളിയുന്നു. നന്ദന സിനിമയിൽ നവ്യ പറയുന്നുണ്ട്, ഞാൻ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന്. ഇതുപോലെ തൻ്റെ ഫേസ്ബുക്കിലും വാർത്തകളെ റേറ്റിംഗ് കൂട്ടാൻ പേരിനൊരു മാധ്യമ പ്രവർത്തക അങ്ങേയറ്റം ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും, കേട്ട് കാണും. അവരോട് ചോദിക്കട്ടെ, സഹോദരി, ആരെയാണ് നിങ്ങൾ ഇര എന്ന് പറയുന്നത്? ഇര എന്നാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സത്യത്തിൽ ഇര എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു യഥാർത്ഥ ഇരയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാഹുൽ, നിന്റെ ജീവിതം ഒരു നേതാവിന് യോജിച്ചതായിരുന്നില്ല എന്ന് ഞാൻ തീർത്ത് പറയുന്നു. ചെറുപ്പക്കാരുടെ ചില്ലറ അസ്കിതകൾ നിന്നെ ബാധിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഇക്കഴിഞ്ഞ നാളിൽ നീ അനുഭവിച്ചത്. ജീവിതത്തെ തിരുത്തുക, ഒരു നല്ല നേതാവാവുക. അഴകുള്ള ചക്കയിൽ ചുളയുണ്ടാവില്ല എന്ന് ഏറ്റവും നന്നായി അറിഞ്ഞത് നീയാകും രാഹുൽ. എൻ്റെ ഒരു കുഞ്ഞു സഹോദരനാവാനുള്ള പ്രായമേ നിനക്കുള്ളൂ. അതുകൊണ്ട് ചെറിയ വലിയ ഉപദേശമായി കരുതിയാൽ മതി. ഇനിയും മീഡിയ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ നിങ്ങളൊന്നും അറിയാതെ ഇര എന്ന് വിശേഷിപ്പിക്കുന്നവളുടെ മുഴുവൻ ചരിത്രവും എനിക്ക് ലോകത്തോട് പറയേണ്ടി വരും. സത്യത്തിൽ അവൾക്ക് പരാതിയില്ല, ഉണ്ടാവില്ല. കാരണം അവൾ വിവാഹിതയാണ്. മാധ്യമപ്രവർത്തകയായി ഇന്നലെയും ഇന്നും നാളെയും ജോലി ചെയ്യും. അവൾ ഒരു വർഷത്തിലേറെയായി വിവാഹിതയാണ്. സത്യത്തിൽ ഇര അവളെ കെട്ടിയ പാവൻ ചെക്കനാണ്. ഒന്നും ഇല്ലാത്ത ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി കല്യാണം കഴിച്ച് ചതിക്കപ്പെട്ട ആ പാവം പയ്യനാണ് ഇര. സഹിതം തെളിവുകളുണ്ട്. കൂടാതെ ഇവൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് മാത്രമല്ല, ചാനൽ സ്വന്തമായുള്ള പാർട്ടിയുടെ സ്വന്തം മോളാണ്. ഇനി പറ, ഇര ആരാണ്? CPI CPM കൊണ്ട് പിടിച്ചിളകാൻ അവർക്ക് അമ്പലം വിഴുങ്ങിയ കഥകൾ മൂടിവെക്കണം. കേരളത്തിൽ നടക്കുന്ന അഴിമതി ഒന്ന് മൂടിവെക്കണം. ഭരണ നിഷ്ക്രിയത്വം ഒന്ന് മൂടിപ്പിടിക്കണം എന്നൊക്കെ മാത്രമേ ഉള്ളൂ. എന്നാൽ കോൺഗ്രസിന്റെ ഉദ്ദേശം എന്താണ്? തലയ്ക്ക് മീതെ വളർന്നാൽ വെട്ടിക്കളയണമെന്നാണ് നേതൃത്വം കരുതുന്നത്. കാരണം രാഹുൽ കഴിവുള്ളവനാണ്. ഇന്നലെ മുളച്ച തകര പോലും സീൽക്കാരം ഇടുന്നു. ഇവൾക്കൊക്കെ നാണമില്ലേ? ഇവളും ഭർത്താവ് ഉണ്ടായിട്ടും പലരുടെ ഒപ്പം അന്തി ഉറങ്ങുന്ന പിൽസ് ഫാക്ടറി ഉടമകളാണോ എന്ന് സംശയം തോന്നുന്നു. പെണ്ണിന്റെ മാന്യത അവളുടെ പെരുമാറ്റവും സ്വഭാവവുമാണ്. ഒരു പദവി കിട്ടിയാൽ എന്തും വിളിച്ചു പറയാൻ നീ എന്ത് സത്യം അറിഞ്ഞു? ഇത്രയും മോശക്കാരനായി ചിത്രീകരിക്കുമ്പോഴും അവനൊന്നും
മറുത്തു പറഞ്ഞില്ല, അവളെ അപമാനിച്ചില്ല. ഒരു നല്ല പുരുഷന്റെ ലക്ഷണം. MLA ആകും മുന്നേ ഉണ്ടായിരുന്ന ഒരു ബന്ധം, അതിനിടയിൽ അവൾ വിവാഹിതയും. പിന്നെ അവളെ നാണം കെടുത്തണ്ട എന്ന ഒറ്റ കാരണത്താൽ മൗനം ഭജിച്ചു. നന്നായി രാഹുൽ, ഇങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. മാധ്യമങ്ങളെ, നിങ്ങൾ ഏതു കാലത്തെ ഗർഭകഥയാണ് ഇനി പറയുന്നത്? ഇത്രയേ ഉള്ളൂ മാധ്യമങ്ങൾ എന്ന് നിങ്ങൾ തെളിയിച്ചു. ഇതാണ് നിങ്ങളുടെ മാധ്യമധർമ്മം എന്നും വിവരമുള്ള ജനം മനസ്സിലാക്കി. ഇനിയും തലച്ചോറിനുള്ളിൽ മണ്ണും മണലും നിറച്ച അന്തംകമ്മികളല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ഇരയല്ല, മഹാഫ്രോഡ്. എടി കൊച്ചെ, നീ ധൈര്യമായി കേസ് കൊടു, മാധ്യമ വിചാരണ നിർത്ത്. അതല്ല നിന്റെ കള്ളക്കളികൾ ഞാനായി പരസ്യപ്പെടുത്തണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഒരുക്കമാണ്. ഇനിയും ഒരു പുരുഷനെയും നീ ഇതുപോലെ നിന്റെ ഹണി ട്രാപ്പിൽ കൊണ്ടുവരരുത്. ഇന്ന് തന്നെ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന അവളോടും നിനക്കായി പണി ചെയ്യുന്ന PROമാരോടും ഇവിടെ വച്ച് ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ പറയണം. അല്ലാത്ത പക്ഷം എന്നെ പോലെയുള്ള ഒരുപാട് പേർ നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യും. ചീറ്റിംഗ് ഒരുത്തന്റെ കൂടെ അല്ല, പലരുടെ കൂടെ കിടക്ക പങ്കിട്ടു. പണ്ട് കയ്യും കാലും കണ്ണും കാണിച്ച് മയക്കിയവൻ MLA ആയപ്പോ അവനെ കൊടുക്കാൻ നിന്റെ ഗർഭം. എന്നിട്ടും നീ ഒരു വർഷം മുൻപ് വിവാഹിതയായതുകൊണ്ട് രാഹുൽ നിനക്കെതിരെ ഒന്നും പറയാത്തത് അവന്റെ മാന്യത. പക്ഷേ നീ ചതിച്ച് ജീവിതം നശിപ്പിച്ച് നിന്റെ സ്വഭാവം അറിയാതെ സ്നേഹിച്ചു കെട്ടിയ പാവം പയ്യൻ നീതിക്ക് വേണ്ടി എന്നെ സമീപിച്ചാൽ ഞാൻ അവനെ ചേർത്ത് പിടിക്കും. രാഹുലിനെ പിടിച്ചതിലും അതിശക്തമായി. ഇത് സ്നേഹം കാണിച്ച് ശരീരം വിൽക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ചതിക്കുന്ന ഓരോ പുരുഷനും നീതിക്ക് കാവലാളായി എന്നെപ്പോലെ 1000 പേരുണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ആർക്കടാ എൻ്റെ ഡിഗ്രിയുടെ ഉറവിടം അറിയേണ്ടത്? ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ആദ്യം സത്യം അറിയണം. അല്ലാത്ത പക്ഷം സത്യത്തിന്റെ ഇരയാകുന്നവരെ കൂടി വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. നീതി അവർക്കൊരിക്കലും കിട്ടാത്ത കനിയാകും. കള്ള മാധ്യമങ്ങളിൽ നിന്ന് ദൂരം പാലിക്കൂ. അവർക്ക് അവിഹിതം മാത്രമേ താല്പര്യമുള്ളൂ. റേറ്റിംഗ് മാത്രമാണ് സത്യമല്ല അവരുടെ ലക്ഷ്യം. ഗർഭകഥ ഇവിടെ അവസാനിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം സംശുദ്ധമായി നടത്തണം. കള്ളക്കഥകൾ മെനയുന്ന മീഡിയ അത് നിർത്തണം. ഗർഭിണി ഇനി പ്രസവിക്കില്ല. കാരണം രാഹുലിനെ നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവളുടെയും കൂട്ടാളികളുടെ ലക്ഷ്യം. ഇനിയും അത് തുടർന്നാൽ ഞാൻ സർവ്വ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും. കഥകൾ പൊളിക്കും. ജനങ്ങളെ, നമ്മൾ കേൾക്കുന്നതല്ല സത്യം. ഒരു ആണിനെ തകർക്കാൻ ഒരു പെണ്ണിന് ഒരു നിമിഷം മതി. ഒരൊറ്റ സെക്സ് ബോംബ്. എൻ്റെ അപ്പനും സഹോദരനും ഭർത്താവും മകനും സുഹൃത്തും ഞാൻ സ്നേഹിക്കുന്ന ഏതൊരു പുരുഷനും അതിൽ ഒരു കല്ലേറ് ദൂരത്തിൽ മാത്രമാണെന്ന് ഞാൻ അറിയുന്നു. അവർ അറിയാതെ അവരെ വിഴുങ്ങാൻ ഇതുപോലെ ഓരോ അവതാരങ്ങൾ അവർക്ക് ചുറ്റിലുമുണ്ട്. പ്രത്യേകിച്ച് പണവും പ്രതാപവും പദവിയുമുള്ള പുരുഷനെ മാത്രം തേടിയെത്തുന്ന രംഭ, മേനക, തിലോത്തമമാരെ സൂക്ഷിക്കുക. ചതിക്കപ്പെട്ട പെണ്ണ് ഒരിക്കലും പരാതി പറയാൻ വർഷങ്ങൾ കാത്തിരിക്കുന്ന സീരിയൽ ഗർഭകഥ പറയില്ല. ഈ കള്ള ഗർഭകഥ ഇവിടെ അവസാനിക്കുന്നു. അവസാനിപ്പിക്കണം. അഡ്വക്കേറ്റ് ദീപ ജോസഫ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ദീപ ജോസഫ് ഒരു ഫേസ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ദീപ ജോസഫ് ധൈര്യമായി പറയാൻ കാണിച്ചത് കൊണ്ട് കൂടി പറയുകയാണ്. ഇരയ്ക്ക് നീതി കിട്ടണം. അത് ഏത് കാലത്താണെങ്കിലും എന്താണ് സംഭവിച്ചത്, സത്യം രാഹുലിന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ തീർച്ചയായിട്ടും ആ സത്യം പുറത്തു വരട്ടെ. ഒക്കെ ശരിയാണ്. പക്ഷേ എല്ലാം മൂടിവെക്കപ്പെടാതെ പബ്ലിഷ് ചെയ്യാനുള്ളതും കൂടി പബ്ലിഷ് ചെയ്യണം. കാരണം എത്രത്തോളം ഇത് മറച്ചു പിടിക്കുന്നുവോ അത്രത്തോളം ഒരുപക്ഷെ നാളെ ഇരകളാകുന്നവർക്ക് നീതി കിട്ടാതെ വരും. പുരുഷനാകാം ഒരുപക്ഷെ ഇര, അവൻ വേട്ടക്കാരനൊപ്പം അല്ലെങ്കിൽ വേട്ടക്കാരനാകേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇരയെയും ഇതാക്കിയല്ല പറയുന്നത്. ഇരയ്ക്ക് പൂർണ്ണമായി നീതി കിട്ടണം. അത് എത്ര വർഷം കഴിഞ്ഞാലും ഇരയ്ക്ക് നീതി കിട്ടണം. പക്ഷേ ഒരു പുരുഷനെ വേട്ടക്കാരനാക്കിക്കൊണ്ട് സ്വയം ഇരയാകുന്ന, ഇര ചമയുന്നവർക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല.